എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ അവി ബ്ലോഗിനെ കുറിച്ചാണ്. അവി ബ്ലോഗ്സ് എന്ന് പറയുമ്പോൾ ആദ്യകാലത്തെ യൂട്യൂബർമാരാന്ന് പറയാം. സുജിത് ഭക്തന്റെ ഒക്കെ ഒപ്പമുള്ള ഒരു മികച്ച ഒരു ട്രാവൽ ബ്ലോഗറായിരുന്നു. പിന്നീട് കപ്പിൾ ബ്ലോഗറായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. മാറിയെന്നല്ല, അങ്ങനെയായിരുന്നു. ഒരു പെൺകുട്ടിയെ, സ്വാതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കുട്ടിയിലേക്ക് അങ്ങ് ഒതുങ്ങിപ്പോയി പുള്ളിക്കാരൻ. പിന്നെ ആ കുട്ടിക്കിടെ ബർത്ത്ഡേ ആഘോഷം അതും ഇതും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സും എല്ലാവരുടെയൊക്കെ കൂടെ ഒന്ന് മുഴുവൻ നേരം പിന്നെ അതിന് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹമായി മാറിയെന്ന് പറയാം ആ പെൺകുട്ടികൾ. അങ്ങനെ അമിതമായ സ്നേഹം. സ്വാതി എന്ന പേര് മറന്നു പിന്നെ ചക്കര ചക്കര എന്ന് മാത്രമേ വിളിക്കുള്ളായിരുന്നു എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ നിന്ന്. ഏതായാലും ഇപ്പൊ 5-6 വർഷത്തിന് ശേഷം പുള്ളിക്കാരൻ ഡിവോഴ്സ് ആകുന്നു. ഒരു ഡിവോഴ്സ് ആകുന്നതില് ജനങ്ങള് ഇത്രയധികം ഒത്തിരിയും ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു ആദ്യത്തെ സംഭവം എന്ന് പറയാം. ഒരാൾ ഡിവോഴ്സ് ആയെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമാണ് നമുക്ക് പൊതുവെ കേൾക്കുമ്പോൾ. വേർപിരിഞ്ഞു പോയല്ലോ എന്നോർക്കും. പക്ഷെ ഇവരുടെ ഡിവോഴ്സ് കേൾക്കുമ്പോൾ ഒരു കമന്റ് പോലും പ്രതികൂലമായിട്ടില്ല. എല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. അതിന്റെ ഒരു സംഭവം ആദ്യം ആ പെങ്കൊച്ചിനെ ഇവര് പ്രണയിച്ച് കല്യാണം കഴിച്ചാട്ടെ, എതിർപ്പോടുകൂടി. അത് പറയണമല്ലോ. ആദ്യകാല വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. എന്താ പറയണ്ടേ, ഞങ്ങളുടെ വീട്ടുകാരും ഇവരുടെ വീട്ടുകാരും ഒക്കെ തീരുമാനിച്ചു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അപ്പൊ ഒരു ഒത്തുതീർപ്പ്, അതായത് കല്യാണത്തിന്റെ ഒരു ഇതിലായി. അപ്പൊ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളപ്പോ വീട്ടിലാണുള്ളത്. കുറെ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം നമ്മുടെ വീട് പണിയുടെ, അതായത് കുറച്ച് എന്താ പറയാ, നമ്മുടെ ലോൺ ശരിയാക്കുന്നതിന്റെ കുറച്ച് ഓട്ടത്തിലൊക്കെ ആയിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പെങ്കൊച്ച് മെലിഞ്ഞ് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു പെങ്കൊച്ചായതുകൊണ്ട് ആ കാലത്ത് നിനക്ക് ഇവിടെ എന്തിനാണോ പ്രണയിച്ച് കിട്ടിയ എന്നൊക്കെ പറഞ്ഞ് ഒരിതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആളാകെ മാറിപ്പോയി കേട്ടോ. ഈ പെങ്കൊച്ചാണോ എന്ന് പറയലാത്ത വിധം ദുബായിലൊക്കെ പോയി മോഡേണായി വളരെ മാറ്റമുണ്ട്. അപ്പൊ അവി ഒന്ന് ഡിവോഴ്സ് ആയതിനെ പറ്റി പറയുന്നേക്കാം. ഞാൻ കുറെ നാളായിട്ട് ഇതിന്റെ പുറയിലായിരുന്നു കേട്ടോ. എനിക്ക് ഡിവോഴ്സ് വേണം. എല്ലാ മനുഷ്യരും വ്യത്യസ്തമല്ലേ. അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്റെ കല്യാണം നടക്കുന്നത് 2020 ഡിസംബർ 11 തീയതിയാണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 2026 മാർച്ച് 27 എന്റെ ഡിവോഴ്സ് ആയത്, ഒഫീഷ്യലി ഡിവോഴ്സ് ആയത് കഴിഞ്ഞ ദിവസമാണ്. അതായത് 2026 മാർച്ച് 26 ഞാൻ ഒഫീഷ്യലി ഡിവോഴ്സ് ആയത്. ഇപ്പൊ ഇവര് തമ്മിൽ ഡിവോഴ്സ് ആകുന്നത് ജനങ്ങൾക്കൊക്കെ ഇത്ര ഇഷ്ടമാകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളോട് അവി വന്ന് പറഞ്ഞ അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ വെച്ചാണ് ഇഷ്ടപ്പെടുന്നത്. അതിന്റെ ഒരു പേപ്പർ എടുത്താൽ 2 വശം കേൾക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ മറുസൈഡ് എന്താണ്, ആ പെൺകുട്ടിയുടെ വശം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ആ പെൺകുട്ടി പറയുന്നതുകൊണ്ട് ജസ്റ്റ് ആദ്യമേ തന്നെ ഒന്ന് കേൾക്കാം. അതായത് ഡിവോഴ്സ് ആണ്, ഇവർ തമ്മിൽ വേർപിരിഞ്ഞു. അത് ഇപ്പൊ ആ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇവര് പ്രണയിക്കുന്നു, കല്യാണം കഴിക്കുന്നു, വീട്ടിൽ വരുന്നു, വളരെ സന്തോഷത്തോടെ വ്ളോഗൊക്കെ എടുത്തിടുന്നു, വളരെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുന്നു. പോകവേ ആ കുട്ടിക്ക് വിദേശത്ത് പോകണമെന്ന് പറയുന്നു, ദുബായി പോകണമെന്ന് പറയുന്നു, ദുബായി പോകുന്നു. അതിനുശേഷം ഈ പയ്യനുമായിട്ടുള്ള കോണ്ടാക്റ്റിന്റെ ഗ്യാപ്പ് കൂടുന്നു. സംസാരിക്കാൻ സമയമില്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മെസ്സേജ് അയക്കുന്നില്ല, സംസാരിക്കില്ല. അതായത് അവോയ്ഡ് ചെയ്ത് തുടങ്ങുന്നു. അവസാനം പുള്ളിക്കാരൻ ദുബായിലോട്ട് അങ്ങോട്ട് ചെല്ലുക എന്ന് പറയുന്നു. അവി വ്ളോഗ് ചെല്ലുമെന്ന് പറയും, വേണ്ടാന്ന് പറയുന്നു. അത് മൈൻഡ് ചെയ്യാതെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, അവിടെ സ്വാതിക്ക് ഒരു കാമുകനുണ്ട്. ആ കാമുകൻ അയാളുടെ ഭാര്യയെ ഈ അവി തട്ടിയെടുത്തെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയായി ഒരു അവിഹിത ബന്ധം എന്ന് തന്നെ പറയാം പുള്ളിക്കാരത്തേക്ക്. നമ്മൾ അവിഹിത ബന്ധം എന്ന് പറയുമ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ എന്തോ ഒരു പേരിട്ട് വിളിച്ചാലും അവിഹിതം തന്നെയാണ്. അപ്പൊ പെൺകുട്ടി പറയുന്ന ഭാഗങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തത് കണ്ടിട്ട് മാത്രം എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ ചുറ്റുമുള്ളവരെയൊക്കെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്താ പറയുന്നത് കച്ചകെട്ടി ഇറങ്ങിയേക്കുന്ന കുറച്ച് പേര്. ഒരാള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കുറ്റക്കാരിയാക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം അതാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചല്ല. ഇങ്ങനെ ഒരു വീഡിയോ, ഇതിനകത്ത് ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോഴല്ല, എനിക്കതിന് കുറച്ച് ടൈം വേണം. എനിക്ക് ചെയ്ത് തീർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അധികം വൈകത്തില്ല. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ശരിക്കും ഞങ്ങളുടെ ഇടയിലുണ്ടായ കുറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് പറയാനുള്ള എന്റെ ഭാഗം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം 100% ബാധിക്കപ്പെട്ടേക്കുന്നത് ഞാനും എന്റെ ഈ കാമുകൻ എന്ന് പറയുന്ന ഒരാളുമാണ്. ഇതിൽ എത്ര പേർക്ക് അറിയും? ശരി, എന്റെ സൈഡ് എത്ര പേര് കേട്ടിട്ടുണ്ട്? ആരും ഒന്നും കേട്ടിട്ടില്ലല്ലോ. എനിക്കത് പറയുന്നതിന് ഇപ്പൊ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. ഞാൻ നാട്ടിലോട്ട് പോകുന്നുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ നിയമപരമായി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 4-5 ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് ഒന്നും കൂടെ വരാം. അന്നേരം ഞാൻ പറയാം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും. അതിനുശേഷം നിങ്ങൾക്ക് കമന്റ് ഇടുവോ, നിങ്ങൾ റോസ്റ്റ് ചെയ്യോ, നിങ്ങൾ തെറി പറയോ, നിങ്ങൾ വീട്ടുകാർക്ക് മെസ്സേജ് അയക്കോ, വീട്ടുകാരെ തെറി പറയോ, ഷോപ്പിലേക്ക് വരുവോ, എന്നെ അടിക്കുവോ? ഇതാണ് ആ പെൺകുട്ടി ഇവരുടെ ഡിവോഴ്സിനെ പറ്റി പറയുന്നത്. അപ്പൊ എന്തോ സംഭവമൊക്കെ പറയാനുണ്ട്. നമ്മളങ്ങനെ ഒരു വശം കേട്ടിട്ട് ഇതാക്കരുത്. പക്ഷേങ്കില് ഈ അവി വ്ളോഗ് എന്ന് പറയുന്ന ആ പയ്യൻ പറയുന്നത് ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം
ഈ പെൺകുട്ടി ഒരു നാട്ടിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് അവിടെ വേറെ റിലേഷനായി. അതോടുകൂടി സ്വന്തം ഭർത്താവിനെ അങ്ങ് അവഗണിച്ചു, വേണ്ട. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് എത്ര വിളിച്ചാലും എടുത്താലും സംസാരിക്കാതായപ്പം ദുബായിലോട്ട് അവി അങ്ങോട്ട് കയറി ചെന്നതിന് ശേഷം സ്വന്തം ഭാര്യയെ മറ്റൊരു പുരുഷൻ വെളിയിൽ നിന്ന് വന്ന് ഉപദ്രവിക്കാൻ ചെന്നാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് അവിടുത്തെ കാമുകൻ അവിയോട് ഇടപെട്ടത്. അതിനെ കടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോകളുണ്ട്. അത് ആ ചാനലിൽ ഇട്ട വീഡിയോ, അതൊന്ന് കാണാം. ഇന്ത്യക്ക് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഒന്നിനും അവളുടെ ആഗ്രഹത്തിനെതിരല്ല. അവൾക്ക് പോകാനുള്ള വിസ, ടിക്കറ്റ്, കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കി കൊടുത്തത്. അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിക്കും എന്താ വിളിക്കാതെ. അപ്പോൾ പറഞ്ഞ് ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അലാറം വെച്ചിട്ട് 2:30-3 മണിക്ക് വെളുപ്പിന് 3 മണിക്കൊക്കെ വിളിക്കും, അപ്പോഴും എടുക്കാറില്ല. പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സായിട്ട് അറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് സ്വാതിയുടെ അടുത്ത് ചോദിക്കും, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ മീൻസ് എന്താ പറയുക, അങ്ങോട്ട് വരണ്ട, എതിർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് വരണ്ട, ആദ്യമൊക്കെ പറയായിരുന്നു വരാനൊക്കെ. പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് വരണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് പറയാതെ ഞാൻ ഇവിടുന്ന് അബുദാബിയിൽ പോയി. എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവളുടെ അടുത്ത് പോലും പറയാതെ ഞാൻ അബുദാബിയിലേക്ക് പോയി. എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു കേട്ടോ, എനിക്ക് തരാമെന്ന് പറഞ്ഞു. അതും മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേയൊക്കെ ശ്രമിച്ചായിരുന്നേ. അതിനുശേഷം ഞാൻ അവിടെ ചെന്നു, അവളുടെ അടുത്ത് സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവള് പറയുന്നത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഞങ്ങളൊരു 4 മണിക്കൂർ സംസാരിച്ച് കാണും കേട്ടോ. 4 മണിക്കൂർ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ പറയുന്ന സ്വാതിയുടെ പാർട്ണർ എനിക്ക് കോൾ ചെയ്തിട്ട് പറയുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കണം, അല്ല എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇതൊക്കെയാണ്, നിങ്ങൾക്ക് സംസാരിക്കണം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ സ്വാതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇവനെനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഇവനും ഞാനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഈ സ്വാതിയുടെ പാർട്ട്ണർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല. ബിസിനസ് പാർട്ട്ണർ ആകുമ്പോൾ ബിസിനസ് കാര്യമല്ലേ ചോദിക്കണ്ടേ. നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇനി ഒരുമിച്ചാണോ. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ചാണെന്നുള്ളത്. ആ ഒരു വോയിസും കാര്യങ്ങളെല്ലാം ഞാൻ എഡിറ്റും ചെയ്തിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം, ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങളത് കേട്ട് നോക്ക്. എങ്കിൽ ആദ്യമേ പറയാം ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് ആദ്യമേ പറയാൻ സ്വാതിക്ക്. പക്ഷെ സ്വാതി എന്നെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ആ ലാസ്റ്റ് എനിക്കൊരു എൻഡ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിയിലേക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് അവന് എന്തോ ഒരുമാതിരി അവൻ്റെ വൈഫിനെ ഞാൻ പിടിച്ചു വെച്ച പോലെയാണ് അവൻ എൻ്റെ അടുത്ത് പെരുമാറിയത്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹിച്ചു നിന്നെന്ന് എനിക്ക് മാത്രം അറിയാം. എനിക്ക് അത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഞാൻ പറയാം ഞാനായിട്ടാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു വിലയും തരുന്നില്ല. അതായത് എനിക്ക് അവിടെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അവൻ എൻ്റെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന സ്വാതിയുടെ പാർട്ട്ണർ. എനിക്കറിയത്തില്ല എന്ത് റീസൺ ആണെന്നുള്ള കാര്യം. ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നേ ആ ഒരു സമയത്തെ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇടിയുണ്ടാക്കി എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കോളറെ കയറി പിടിച്ചായിരുന്നു. നിനക്ക് എന്തിനും ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് കോളറെ പിടിച്ചപ്പോൾ അവൻ എൻ്റെ കോളറൊക്കെ എൻ്റെ ലെഫ്റ്റ് കൈ കടിച്ചായിരുന്നു, ഇവിടെയൊക്കെ മാന്തിയായിരുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇത്രയൊക്കെ നടന്നതിന് ശേഷം സ്വാതി എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നു. ഏതായാലും ഈ നമ്മളിപ്പോൾ കേട്ടത് ഈ പയ്യൻ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇത് 100% സത്യമാണെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പൊ പ്രേക്ഷകർ മുഴുവൻ. പ്രേക്ഷകർ ഒന്നടക്കം പറയുന്ന ഒരാളുടെ ഡിവോഴ്സ് കണ്ടിട്ട് കേരളം മൊത്തം സന്തോഷിക്കുന്ന ഇത് ആദ്യമായിട്ടാണ്. അതുപോലെ ആൾക്കാർ ആഗ്രഹിക്കുകയാണ്. അത്ര മെന്റൽ ട്രോമയിലൂടെ ആ പയ്യൻ കടന്നുപോയി. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ ആദ്യം തൊട്ട് ഞാൻ ചാനൽ കണ്ടിട്ടില്ല. ഏതായാലും അതിനെ അവിടുന്ന് കുപ്പയിൽ കിടന്ന മാണിക്യം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് കമന്റ്. അവിടുന്ന് എടുത്ത് ശരിക്കും നല്ലപോലെ നോക്കി, അത് മോഡേൺ ഒന്നും അല്ലാത്ത ഒരു പാവം പെൺകുട്ടിയായിരുന്നു. അതിനെ അതുപോലെ അതിന്റെ ഇഷ്ടങ്ങളെല്ലാം നോക്കി അതിനെ ചക്കര എന്നൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് അതിന് വിദേശത്ത് പോകണമെന്ന് പോയപ്പോൾ അതിനെ വിദേശത്ത് വിട്ട് ഇതെല്ലാം ചെയ്തിട്ട് കറിവേപ്പില പോലെ വേറൊരു പുരുഷനെ കണ്ടപ്പം അയാൾക്കൊപ്പം പോയി ഈ പയ്യനെ ഉപേക്ഷിച്ച് ഈ പയ്യനെ അന്വേഷിച്ച് ദുബായ് ചെന്നപ്പോൾ ഈ പയ്യനെ ഉപദ്രവിച്ച് അവനോട് കൂടി നിന്ന് ഉപദ്രവിച്ച് അങ്ങനെ എല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന്റെ പേര് പിന്നെ ഡിവോഴ്സ് കൊടുക്കാതെ കാലങ്ങളോളം കൊണ്ടു നടന്നു. ഇപ്പം മ്യൂച്വൽ ഡിവോഴ്സായി, കാരണം അവർക്കും കല്യാണം കഴിക്കണമായിരിക്കുമല്ലോ. മ്യൂച്വൽ ഡിവോഴ്സായി ആ പയ്യൻ അങ്ങനെ രക്ഷപ്പെട്ടു. സത്യത്തിൽ ഇനി ഈ പെൺകുട്ടി പറഞ്ഞ പോലെ ഇതിനൊക്കെ ഒരു മറുസൈഡ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. കാരണം
നമ്മൾ ബ്ലോഗിൽ കാണുന്ന ആടുന്നതും പാടുന്നതും കളിക്കുന്നതും ഇതൊന്നും അല്ലല്ലോ ജീവിതം. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെയാണ്. ഇനി ചെറുക്കിന് ഫിസിക്കലായിട്ട് വല്ല കുഴപ്പമുണ്ടോ ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇതിനൊരു മറു സൈഡ് ഉണ്ടോ എന്നറിയത്തില്ല. ഏതായാലും ഈ സൈഡ് കേട്ടിട്ട്, ഈ പയ്യന്റെ സൈഡ് കേട്ടിട്ട് പയ്യന്റെ വളരെയധികം ഉപദ്രവിച്ചതും അവഗണിച്ചതുമായിട്ട് ഇടയ്ക്ക് ആ പയ്യൻ പറയുന്ന കേട്ടോ, സത്യം പറയാതെ വലിച്ചു നീട്ടി ഒത്തിരിയും കൊണ്ടുപോയെന്ന്. അതൊക്കെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. എന്താണെങ്കിലും കണ്ടിട്ട് ഒരു പാവം പയ്യനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ പയ്യൻ പറഞ്ഞ എല്ലാം സത്യമാണെങ്കിൽ ആ പെൺകുട്ടി ചെയ്തിരിക്കുന്നത് മഹാപാവമാണ്. ഒരു കാലത്തും മാപ്പില്ലാത്ത തെറ്റാണ്. അതിന്റെയൊക്കെ അനുഭവിക്കാതെ നമ്മൾ ഇവിടുന്ന് കടന്നു പോകത്തില്ല. നമ്മളിവിടെ ചെയ്യുന്നതിന്റെയൊക്കെ ഫലം ഇവിടെ തന്നെ അനുഭവിക്കും. കാരണം സാഹചര്യം കൊണ്ട് ഭർത്താവിനെ വിട്ട് നമ്മൾ ദുബായിലോ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിയുമ്പോഴത്തേനും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് മാറി നിൽക്കുമ്പോൾ ഈ കെയറേട്ടന്മാരെന്ന് പറയുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. ആണുങ്ങൾ ഭയങ്കര കെയറിങ് ആയിരിക്കും, തൊടുന്നതിനും പിടിക്കുന്നതിനല്ല. സ്ത്രീകളുടെ ഉള്ളിൽ എപ്പോഴും ഒരു കെയർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. ഭയങ്കര കെയർ ചെയ്യുക കെയറേട്ടന്മാര്. അങ്ങനെ കാണുമ്പോഴത്തേ അയ്യോ എന്റെ ഭർത്താവ് എന്നെ മൈൻഡ് ചെയ്യുന്ന പോലെയല്ല, അയ്യോ എന്റെ ഭർത്താവിന് ഇങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല, ഓ ഈ ചേട്ടൻ എന്തോരം നല്ല സ്വഭാവം. ഇതൊക്കെ വെറും അഭിനയമായിരിക്കും. സ്വന്താക്കി കഴിയുമ്പോൾ അവന്റെ ആ കെയറും കഴിഞ്ഞു, സ്നേഹവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. 6 മാസം കഴിയുമ്പോൾ അവൻ അതിനെക്കാട്ടും തുപ്പി അടിയിടും. അത്രയേ ഉള്ളൂ കാര്യം. പക്ഷെ തുടക്കത്തില് ഇവര് സ്ത്രീകളുടെ മനസ്സിൽ ഒരു വടംവലി നടക്കും. ഒരു സൈഡ് ഭർത്താവ്, മറു സൈഡ് ഈ പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്ന കാമുകൻ. അയ്യോ എന്തെല്ലാം ഗുണങ്ങളാ കാമുകനില്ല, ഇതൊന്നും ഇല്ലാത്തൊരു ഭർത്താവ്. അങ്ങനെ മനസ്സ് തെറ്റി അങ്ങോട്ടൊരു പ്രണയമൊക്കെ തോന്നിപ്പോകും സ്ത്രീകൾക്ക്. പക്ഷെ അവിടെ വിവേകത്തെ കീഴടക്കാൻ സമ്മതിക്കരുത്. വിവേകത്തോടെ ആലോചിച്ച് സ്ത്രീകൾ തീരുമാനം എടുക്കണം. ഇവിടെ ഇത്രയധികം സ്നേഹിച്ച ഒരു പാവം പയ്യനെയാണ് ഈ പെൺകുട്ടി വഞ്ചിച്ചതെങ്കിൽ ശരിക്കും അതിന്റെ ഫലം കിട്ടും. അതല്ല ഇനി ഇവരുടെ ദാമ്പത്യത്തിനിടയ്ക്ക് നമ്മളറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഏതായാലും കേരളം ഇന്ന് മൊത്തം സന്തോഷിച്ചിരിക്കുന്നുണ്ട്. കാരണം ഈ പയ്യനെ നമുക്ക് കാണാവുന്ന രീതിക്ക് കമന്റ് ബോക്സിൽ നിന്ന് അതാ മനസ്സിലാക്കുന്നത്. ഈ പയ്യനെ ഒരു യക്ഷിയിൽ നിന്നും ഒരു താടകയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ കമന്റ് വന്നിരിക്കുന്നത്. എന്താ സത്യം എന്ന് നമുക്കറിയില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.